ഹായ് എവരിവൺ. നമ്മുടെ ദിലീപേട്ടൻ്റെ സിനിമ ബാ 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 ഭയം ഭക്തി ബഹുമാനം ഈ സിനിമ കണ്ടു. സിനിമ കാണാൻ പോകുന്നവരുടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. സിനിമയിൽ ഒരു കഥയുമില്ല. നിങ്ങൾക്കൊരു 2 മണിക്കൂർ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഒരു ലോജിക്കും ഇല്ല. ഫുൾ മാഡ്നെസ്. സിനിമയിൽ നിങ്ങൾ ട്രെയിലർ കാണുമ്പോൾ അതിൽ പറയുന്നുണ്ട് ഒരു കഥയുമില്ല, ഫുൾ മാഡ്നെസ്. ഇത് കാണാൻ പറ്റിയ പടമാണ്. കണ്ടിരിക്കുക, ചിരിക്കുക കുറച്ച് നേരം. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ മോഹൻലാലുണ്ട്, പിന്നെ അതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. വിനീത് ശ്രീനിവാസൻ്റെ റോൾ അടിപൊളിയുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്, പിന്നെ അതേപോലെ ബൈജു സന്തോഷ് ആൾ അടിപൊളിയുണ്ട്. ആളുടെ റോള്, ആൾ അങ്ങനത്തെ ഒരു റോൾ ഇതുവരെ ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ ബാലു വർഗീസ്, അശോകനുണ്ട്, സിദ്ധാർത്ഥ് ഭരതനുണ്ട്, ദേവനുണ്ട്, ഗോകുലം ഗോപാലൻ ഇതിൽ നിർമ്മാതാവാണ്. ആൾ അഭിനയിച്ചിട്ടുമുണ്ട് കുറച്ച് സീനിൽ. പിന്നെ ശരണ്യ എന്ന് പറയുന്ന തമിഴ് നടിയുണ്ട്, മണിമിള്ള രാജു ഉണ്ട്. കുറച്ച് പടം കാണാൻ പറ്റുന്ന സിനിമയാണ്. ഒരുപാട് ആൾക്കാർ അതിൻ്റെ നെഗറ്റീവ്സ് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ സിനിമ ട്രെയിലർ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ അതിലാദ്യമേ പറയുന്നുണ്ട് ഒരു ലോജിക്കും ഇല്ല, ഓൺലി മാഡ്നെസ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ സിനിമ കാണാൻ പോയിട്ടേ നിങ്ങൾക്ക് ഇതിനോണ്ട് കാര്യമുള്ളൂ. കഥയൊന്നുമില്ല, പക്ഷേ ചിരിക്കാനുണ്ട്. നിങ്ങൾ ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു ദിലീപ് മൂവിയാണ്. അപ്പോൾ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പറയൂ.